ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഫെഡിക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആപ്പിൾ ബർഫി റെസിപ്പി ആയിട്ടാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ സ്വീറ്റ്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചെറിയ പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇതൊരു ഒരു നൂൽ പരുവായിട്ട് വരണം. അപ്പം അങ്ങനെ ഒന്ന് പാനി കാച്ചിയെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്, ഒന്ന് ഒട്ടുന്ന പരുവത്തിൽ വന്നിട്ടുണ്ട്. ശരിക്കും പൊട്ടാതെ ഒരു നൂലാവേണ്ട ആവശ്യമില്ല, ഒന്ന് ഒട്ടുന്നൊരു പരുവത്തിൽ ആയാൽ മതി. ഇത്രയും മതി. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് 1 കപ്പ് പാൽപ്പൊടിയാണ്. 250 മില്ലി കപ്പിന് 1 കപ്പ് പാൽപ്പൊടി. ഇപ്പം ഞാൻ തീ വളരെ കുറച്ച് വെച്ചേക്കുവാണ്. പാൽപ്പൊടിയിൽ നിന്ന് കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിത് ബോൾ പോലെ ആക്കിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേഗത്തിൽ കട്ട കട്ടാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പാൽപ്പൊടി മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇന്ന് മിക്സ് ചെയ്യാം. ഇന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. അപ്പോൾ ഈ നെയ്യുമായിട്ട് ഈ പാൽപ്പൊടിയുടെ കൂട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. ഇപ്പോൾ ഒരു ബോളാക്കി എടുക്കാനുള്ള പാകമായിട്ടുണ്ടെങ്കിൽ അത്രയും മതി. ഇതിപ്പോൾ ചെറിയ ലൂസ് ഉണ്ടോയെന്ന് തോന്നിയാൽ അല്പം കൂടി പാൽപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതുപോലെ പാലിൽ നിന്ന് വിട്ടു വരുന്ന പരുവത്തിലാണ് എടുക്കേണ്ടത്. ഇതുപോലെ ബോളാക്കി എടുക്കാൻ പാകത്തിന് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് പാൽപ്പൊടി പ്ലസ് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. കൈ വെച്ച് നമുക്കൊന്ന് കുഴയ്ക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് കയ്യിൽ ഒരല്പം എണ്ണ തടവി കൊടുക്കാം. ഇതിൽ നിന്ന് ഓരോ ചെറിയ ബോളാക്കി എടുത്തിട്ട് കയ്യിലൊന്ന് ഷേപ്പാക്കാം. അല്പം ബലത്തിൽ ഇങ്ങനെ അങ്ങ് ബോളാക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ പതുക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ആപ്പിൾ ഷേപ്പാക്കി വെക്കാം. ഈ ഒരു വലിപ്പത്തിൽ ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി വരാം. ഇപ്പം ഞാനിവിടെ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആപ്പിൾ ബർഫി ആയതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കാം. ഇതൊരു ഗ്രാമ്പൂ ആണ്. നമ്മൾ ആ ഒരു ഹോള് പോലെ ഇട്ട് കൊടുത്ത് ഇതങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേന് കളറ് ഫുള്ളായിട്ടായിക്കോളും. ഇങ്ങനെയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് ആപ്പിൾ ബർഫി വാങ്ങിക്കുന്നത്. ഇനിയുള്ളതിന് ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ല, കാരണം ഇത് വീട്ടിൽ കഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇതിന് ഒരുപാട് ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരെണ്ണം ഞാനിങ്ങനെ നിങ്ങളെ ഫുഡ് കളർ വെച്ചിട്ട് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആപ്പിൾ ബർഫിയുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. കുട്ടികൾക്കൊക്കെ ഈ സ്വീറ്റ് ഇഷ്ടമാകും. പിന്നെ ഫുഡ് കളറൊക്കെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ ഫുഡ് കളറൊക്കെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഒരു 3 എണ്ണത്തിന് ഫുഡ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. ബാക്കി ഞാൻ അങ്ങനെ വെറുതെ വിട്ടു. ഫുഡ് കളർ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.